ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ പ്രിൻസ്. ഇന്നത്തെ വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇമൂസാമയുടെ ട്രൂ ഐഡൻറ്റിറ്റി. ഇമൂസാമ ഒരു മനുഷ്യനല്ല, മറിച്ച് മറ്റൊരു സംഭവമാണ്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ അത് അറിയാൻ താല്പര്യമുള്ളവർ വീഡിയോ മുഴുവനായിട്ട് കാണണം. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് വെക്കണം. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തിക്കുള്ളൂ. ഞാനിങ്ങനെ പറയാൻ കാരണം മറ്റൊന്നുമല്ല, ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പല വീഡിയോസ് നിങ്ങൾ കണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് പോകുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഞാൻ വിചാരിക്കുന്നു. എന്നാൽ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ മറ്റൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ മറ്റുള്ള ആനിമൽസിനെ കുറിച്ച് വീഡിയോയുടെ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതുകൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. എന്നാൽ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ തിയറി പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഇമൂസാമ എന്ന് പറയുന്ന ആ മിസ്റ്റീരിയസ് ആയിട്ടുള്ള പേഴ്സൺ മറ്റൊന്നുമല്ല, ഒരു ഉമിബോസു എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഈ ഉമിബോസു ക്രിയേറ്റ് ആകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിസ്പെയറിൽ നിന്നാണ്. നമ്മുടെ സൺ ഗോഡിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ ഉമിബോസു എന്ന് പറയുന്ന ഈ ക്രീച്ചർ. സൺ ഗോഡ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് നമുക്കറിയാം, പീപ്പിൾസിൻ്റെ ഹോപ്പിൽ നിന്ന്. അതുപോലെ തന്നെ നേരെ തിരിച്ച് നമ്മുടെ പീപ്പിൾസിൻ്റെ ജനങ്ങളുടെ ഡിസ്പെയറിൽ നിന്നാണ് ഈ ഉമിബോസു എന്ന് പറയുന്ന ഈ ക്രീച്ചർ ഉണ്ടാകുന്നത്. ഈ ക്രീച്ചറിൻ്റെ സൈസ് എന്ന് പറയുന്നത് വളരെ വലിയൊരു സൈസാണ്. ഈ ക്രീച്ചറിനെ നമ്മുടെ വൺ പീസിൽ ഇതിനു മുമ്പ് കാണിച്ചിട്ടുമുണ്ട്. മറ്റെവിടെയുമല്ല, നമ്മുടെ ത്രില്ലർ പാർക്കിൻ്റെ അവസാന ഭാഗത്ത് നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് ഈ ക്രീച്ചറിനെ കാണുന്നുണ്ട്. ആ ക്രീച്ചർ അപ്പോൾ അവിടെ വരാൻ കാരണം മറ്റൊന്നുമല്ല, നമുക്കറിയാം നമ്മുടെ ത്രില്ലർ പാർക്ക് തുടങ്ങുന്ന സമയത്ത് അവിടെ ഒരു ക്യാൻ ഉണ്ടായിരുന്നു. അതിലെഴുതിയിട്ട് നമ്മുടെ സീ ഗോഡിനെ സമൺ ചെയ്യുന്നത്, അങ്ങനെ എന്തോ ആയിരുന്നു അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഒരു പക്ഷേ അത് സത്യമായിരുന്നേക്കാം. ആ സീ ഗോഡ് സമൺ ചെയ്തത് കൊണ്ടായിരിക്കും നമ്മുടെ ത്രില്ലർ പാർക്കിൻ്റെ അവസാന ഭാഗത്ത് നമ്മുടെ ഉമിബോസു എന്ന് പറയുന്ന ആ സാധനം വന്നത്. അതിൽ നമ്മൾ കണ്ടത് 3 ഫിഗേഴ്സ് ഉള്ളത് പോലെയാണ്. പക്ഷേ അത് 3 ഫിഗേഴ്സ് അല്ല. ഒന്ന് നമ്മുടെ ഈ ഉമിബോസു എന്ന് പറയുന്ന ഈ ക്രീച്ചറിൻ്റെ ബോഡിയോ, മറ്റ് രണ്ടും അതിൻ്റെ വിങ്സും ആകാൻ നല്ല ചാൻസ് ഉണ്ട്. ഇനി ഞാനിത് ഇമൂസാമയാണെന്ന് പറയാൻ കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ എൽബാഫിൽ ഇപ്പോൾ ഒരു പെയിൻറ്റിങ് കാണിച്ചില്ലായിരുന്നില്ലേ, അതിൽ വലിയൊരു ക്രീച്ചറിനെ കാണിക്കുന്നുണ്ട്. ആ ക്രീച്ചറും നമ്മുടെ ലൂഫിയും തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നതായിട്ടാണ് അത് കാണിച്ചിട്ടുള്ളത്. ലൂഫിയല്ല, സൺ ഗോഡുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നതായിട്ടാണ് അത് കാണിച്ചിട്ടുള്ളത്. ആ ക്രീച്ചർ വളരെ മാസീവായിട്ടുള്ള ഒരു ക്രീച്ചറാണ്. കാരണം ആ ക്രീച്ചർ കടലിൽ മുങ്ങ പോലും ചെയ്യുന്നില്ല. അപ്പോൾ ആ ടൈമിൽ നമ്മുടെ ജോയ് ബോയ് ഫൈറ്റ് ചെയ്യുന്നത് നമ്മുടെ ഈ ഉമിബോസു എന്ന് പറയുന്ന ക്രീച്ചറുമായിട്ടായിരിക്കും. അതിനുശേഷമായിരിക്കും നമ്മുടെ ഈ ഉമിബോസു എന്ന് പറയുന്ന ഈ ക്രീച്ചർ നമ്മുടെ ജോയ് ബോയിനെ ഡിഫീറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ലിലി നെഫർട്ടാരിയുടെ ബോഡിയിലേക്ക് കയറുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ജോയ് ബോയുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലിലി നെഫർട്ടാരിയുടെ ബോഡി നമ്മുടെ ഉമിബോസു തൻ്റെ കൺട്രോളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടാകും. അതുമാത്രമല്ല, നമ്മുടെ ഈ ഉമി എന്ന് പറയുന്ന ഈ വേർഡ് UMI തിരിച്ചിട്ടല്ലേ നമുക്ക് ഇമു എന്ന് തന്നെ പ്രൊണൗൺസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഈ ഉമിബോസു തിയറി സത്യമാകാൻ നല്ല ചാൻസ് ഉണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഇത് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ഏകദേശം ഒരു ലോജിക്കുള്ളതായിട്ട് തന്നെ തോന്നും. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഈ തിയറി സത്യമാകാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അത് അറിയാം, അധികമൊന്നും കാത്തിരിക്കേണ്ടി വരില്ല. ഈ ഉമിബോസു എന്ന് പറഞ്ഞ ക്രീച്ചർ നമ്മുടെ വൺ പീസിൽ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും. കാരണം നമ്മുടെ വൺ പീസ് ഇപ്പോൾ ഏകദേശം അവസാനിക്കാനായിട്ടുണ്ട്. അതുമാത്രമല്ല, നമ്മുടെ നമ്മുടെ ത്രില്ലർ പാർക്കിൽ അങ്ങനെ ഒരു സാധനം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തായാലും എക്സ്പ്ലെയിൻ ചെയ്യുക തന്നെ ചെയ്യും. നമ്മൾ വെയിറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇത്രമാത്രമാണ് എനിക്ക് ഈ ഉമിബോസു തിയറിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളൊരു പുതിയ ചാനലിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്. കാരണം മറ്റൊന്നുമല്ല, അതിൽ ഞാൻ മറ്റുള്ള ആനിമൽസ് എന്ന് വെച്ചാൽ സോളോ ലെവലിംഗ്, ബ്ലാക്ക് ക്ലോവർ, അതുപോലെ തന്നെ ബറൂട്ടോയുടെ പുതിയ സീരീസ്, അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ ആനിമൽസിനെ കുറിച്ചും വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർ ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്താണ് വെച്ചേക്ക്. അതിലൂടെ തന്നെ ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രമാത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.